പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധമാകാൻ സാധ്യത. ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ ചർച്ച വേണം എന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രതിപക്ഷം. എന്നാൽ വിഷയം സഭയിൽ ചർച്ച ചെയ്യേണ്ടതില്ല എന്ന നിലപാടിലാണ് കേന്ദ്ര സർക്കാർ. ഭരണ പ്രതിപക്ഷ വാക്പോരിൽ സഭാ നടപടികൾ ഇന്നും തടസ്സപ്പെട്ടേക്കും. ഇന്ത്യക്കുമേൽ വീണ്ടും 25% താരിഫ് ഏർപ്പെടുത്തിയ അമേരിക്കൻ നടപടിയെ പ്രതിപക്ഷം സഭയിൽ ഉയർത്തും. പാർലമെന്റ് കവാടത്തിൽ ഇന്നും ഇന്ത്യ മുന്നണി നേതാക്കൾ പ്രതിഷേധിക്കും. രാഹുൽ ഗാന്ധിക്കെതിരായ സുപ്രീം കോടതിയുടെ വിമർശനം ആയുധമാക്കാനാണ് ബിജെപിയുടെ നീക്കം. വിനിത വിജി ഡൽഹിയിൽ വിശദാംശങ്ങളുമായി ചേർന്നു. വിനിത, ഇന്നത്തെ ഈ പ്രതിഷേധങ്ങൾ ഈ പറഞ്ഞ പോലെ പാർലമെന്റിലെ പ്രതിഷേധം ചൂടുപിടിപ്പിക്കാൻ വിഷയങ്ങൾ ഏറെയുണ്ട്. ഈ പറയുന്ന ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണമുണ്ട്. അതിനോടൊപ്പം തന്നെ ഇന്നലെ അമേരിക്ക ഇരുട്ടിയതുപോലെ നമുക്ക് നൽകിയ ട്രംപ് ആഘാതവുമുണ്ട്. എന്തൊക്കെയാണ് വിവരങ്ങൾ? തീർച്ചയായും ഈ പാർലമെന്റ് സമ്മേളനം തുടങ്ങിയ ദിവസം മുതൽ തന്നെ ഈ SIR വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ കൃത്യമായിട്ടുള്ള ചർച്ചകൾ വേണമെന്ന് പ്രതിപക്ഷ എംപിമാർ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അടിയന്തര പ്രമേയ നോട്ടീസുകളൊക്കെ അവർ നൽകിയിരുന്നുവെങ്കിലും അതൊക്കെ തള്ളിപ്പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുണ്ടായിരുന്നത്. ഇന്നലെ മല്ലികാർജുൻ ഖാർഗെ കത്ത് നൽകിയിട്ടുണ്ടായിരുന്നു. രാജ്യസഭാ ഉപാധ്യക്ഷനാണ് കത്ത് നൽകിയിരുന്നത്. ഈ SIR ചർച്ചകൾ ആവശ്യപ്പെട്ടാണ് അദ്ദേഹവും കത്ത് നൽകിയിരിക്കുന്നത്. പക്ഷെ തുടർച്ചയായിട്ടുള്ള പ്രതിപക്ഷത്തിന്റെ ഇത്തരം ആവശ്യങ്ങൾ അത് ചർച്ച ചെയ്യാതെ പോകുന്നതിൽ കടുത്ത പ്രതിഷേധത്തിൽ തന്നെയാണ് പ്രതിപക്ഷ എംപിമാരുള്ളത്. പതിവ് പോലെ ഇന്നും പാർലമെന്റ് കവാടത്തിന് മുന്നിലെത്തി ഈ സഭ ആരംഭിക്കുന്നതിന് മുന്നോടിയായി തന്നെ പ്രതിപക്ഷ എംപിമാരുടെ നേതൃത്വത്തിൽ പ്രതിഷേധമുണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നും സഭ പ്രക്ഷുബ്ധമാകാനുള്ള സാധ്യതകൾ തന്നെയാണ് നിലവിലുള്ളത്. ഇതിനിടയിലാണ് സുഹൈൽ പറഞ്ഞതുപോലെ ഈ ട്രംപിന്റെ ഒരു ഇരുട്ടടി എന്ന് കൂടി നമുക്ക് പറയേണ്ടി വരും. കാരണം ഒരു ഇരട്ട താരിഫ് അടക്കം ചുമത്തിയ പശ്ചാത്തലത്തിൽ ആ വിഷയങ്ങളും സഭയിൽ കൊണ്ടുവന്ന അതിലും ശക്തമായിട്ടുള്ള പ്രതിഷേധം രേഖപ്പെടുത്താൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെയൊക്കെ തന്നെ ഒരു തീരുമാനം. ഇന്ന് ഇന്ത്യ മുന്നണി പ്രത്യേക യോഗം കൂടി ചേർന്നൊരു പശ്ചാത്തലമുണ്ട്. ഇന്ന് വൈകിട്ടാണ് യോഗമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. രാഹുൽ ഗാന്ധിയുടെ വസതിയിലായിരിക്കും ഈ യോഗം ചേർന്നത്. ഈ യോഗത്തിൽ തുടർ നടപടികളൊക്കെ തന്നെ സ്വീകരിക്കുക എന്നൊരു നടപടിയുടെ ഭാഗമായി തന്നെയാണ് ഈ യോഗം ചേർന്നത്. ഏതാണെങ്കിലും ഇങ്ങനെ ഈ SIR അടക്കമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനായിട്ടുള്ള ഇന്ത്യ മുന്നണിയുടെ യോഗം കൂടി ചേരാനിരിക്കെ ഇന്ന് അത്തരം വിഷയങ്ങളിൽ മേൽ ശക്തമായിട്ടുള്ള പ്രതിഷേധം രേഖപ്പെടുത്താൻ തന്നെയാണ് പ്രതിപക്ഷ എംപിമാരുടെയൊക്കെ തന്നെ തീരുമാനം. ഇത് കൂടാതെ തന്നെ ഈ താരിഫ് ഏർപ്പെടുത്തിയ US നടപടിയിലും ശക്തമായിട്ടുള്ള പ്രതിഷേധം രേഖപ്പെടുത്തും. പാർലമെന്റ് കവാടത്തിൽ ഇന്നും ഇന്ത്യ മുന്നണി നേതാക്കൾ പ്രതിഷേധിക്കുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പക്ഷേ ഇതിലൊക്കെ ഒരു BJPയെ തിരിച്ചൊരു ആയുധം എന്ന തരത്തിൽ അതിനെ ഉപയോഗിക്കുന്നത് രാഹുൽ ഗാന്ധിക്കെതിരായിട്ടുള്ള സുപ്രീം കോടതിയുടെ വിമർശനം തന്നെയാണ്. നേരത്തെ തന്നെ BJP നേതാക്കളടക്കം ഈ വിമർശനവും ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആ വിമർശനം അടക്കം രാഹുൽ ഗാന്ധിക്കെതിരെ ആയുധമാക്കാൻ തന്നെയാണ് BJPയുടെയും തീരുമാനം. ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ കണ്ടതാണ് ഈ സഭ സമ്മേളിക്കുന്നതിന് മുന്നോടിയായി തന്നെ SIR ചർച്ച ചെയ്യണമെന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷ എംപിമാർ പാർലമെന്റ് കവാടത്തിന് മുന്നിൽ അവർ ശക്തമായിട്ടുള്ള പ്രതിഷേധം നടത്തിയിരുന്നു. ഇന്നും സമാനമായിട്ടുള്ള പ്രതിഷേധങ്ങൾക്കൊക്കെ പാർലമെന്റ് കവാടം സാക്ഷ്യം വഹിക്കുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. സുഹൈൽ, ട്രംപിന്റെ അധിക തീരുവയും ഒപ്പം ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണവും പാർലമെന്റ് നടപടികളെ ചൂടുപിടിപ്പിക്കും. വിനിതാ വിജയാണ് വിശദാംശങ്ങൾ നൽകിയത്.